നമ്മൾ വെളുത്തുള്ളി അതേപോലെ സവാളയുടെയൊക്കെ തൊലി നമ്മൾ വേസ്റ്റിൽ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുക. അപ്പോൾ അതിനകത്തോട്ട് ഒന്ന് ഒഴിച്ച് കുതിർത്തി നല്ല രീതിയിൽ അതിനകത്ത് ഒന്ന് മുങ്ങിയിരിക്കണം കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് ഇത് കറിവേപ്പിലയുടെ പച്ചമുളകിൻ്റെയൊക്കെ ചോട്ടി കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തളർത്ത് കിളിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കാരണം കഞ്ഞിവെള്ളം നല്ല ഒരു സാധനം തന്നെയാണ് വളത്തിനൊക്കെ. അപ്പം ഇതേപോലെ പച്ചമുളക് തൈയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പച്ചമുളകൊക്കെ കുന്നുപോലെ പിടിച്ചോളും. അതേപോലെ കറിവേപ്പിലയുടെ ഒക്കെ ഇലയൊന്നും ഇല്ലാതെ ഒരുമാതിരി വാടിയും കരിഞ്ഞൊക്കെ ഇരിക്കുന്ന കറിവേപ്പില തൈയാണെങ്കിൽ നല്ല രീതിയിൽ തളർത്ത് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ചുവട്ടിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കറിവേപ്പില ഉണങ്ങിപ്പോയതാണ്. ഞാൻ കഞ്ഞിവെള്ളവും വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ എന്താണ്ട് അതിനകത്ത് ഇലയൊക്കെ വരുന്നുണ്ടോ, ഇലയൊക്കെ അതിനകത്ത് കണ്ടോ പൊട്ടി മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കിളിച്ച് വന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കാത്തതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. ഇപ്പം നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല രീതിയിൽ തളർത്ത് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഇതേപോലെ നല്ല വറുത്ത പെരിഞ്ചീരകം ഉണ്ടല്ലോ, ആ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തോട് കളയണ്ട. ഇതേപോലെ ആ പെരിഞ്ചീരകത്തിനകത്തോട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ പല്ലി ശല്യമൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ. ഇതേപോലെ നമുക്ക് പല്ലിയൊക്കെ വരുന്ന സ്ഥലത്തോട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം വളരെ നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ടുള്ള ടിപ്പുകളാണ് ഞാനിന്ന് കാണിച്ചത്.